ദുബായ് ബോട്ട് ഷോ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബോട്ട് ഷോകളിൽ ഒന്നാണ്. ഈ ജലയാനങ്ങളുടെ പ്രദർശനം മാത്രമല്ല ഇവിടെ നടക്കുക, മറിച്ച് വലിയ ബിസിനസ്സിനുള്ള വേദി കൂടിയാണ് ദുബായ് ബോട്ട് ഷോ തുറന്നിടുന്നത്. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും ദുബായ് ബോട്ട് ഷോ കാണാനെത്തുന്നു. കാരണം അവർക്കേറെ ഇഷ്ടപ്പെട്ട യാട്ടുകളുടെ വലിയ നിര തന്നെ ദുബായ് ബോട്ട് ഷോയിലുണ്ട്. ആ ബോട്ട് ഷോയിലെ കാഴ്ചകളാണ് ഇനി. ജലയാനങ്ങളുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രദർശനമാണ് ദുബായ് മീന സിയാഹിയിലെ മറൈൻ ക്ലബിൽ നടക്കുന്നത്. ഡോൾഫിനെ പോലെ വെള്ളത്തിനു മീതെയും വെള്ളത്തിനടിയിലും ഒരുപോലെ കുതിച്ചു പായുന്ന സീ ബ്രീച്ചർ ബോട്ടുകൾ, മൂന്ന് മുതൽ 6 പേർക്ക് വരെ കടലിനടിയിലെ കാഴ്ചകൾ കണ്ടും ഭക്ഷണം കഴിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന ട്രൈറ്റണിന്റെ അന്തർവാഹിനി, കടലിനടിയിലൂടെ വേഗത്തിൽ പായാൻ സഹായിക്കുന്ന സീ ബോബ്, അങ്ങനെ ജലയാനങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും നവീന കാഴ്ചകളാണ് ദുബായ് ബോട്ട് ഷോയിലെത്തിയാൽ കാണാൻ കഴിയുക. ഹെലിപ്പാഡുകൾ പോലുമുള്ള അത്യാധുനിക ആഡംബര നൗകകളുടെ വലിയ ശേഖരം തന്നെ ഇത്തവണത്തെ ബോട്ട് ഷോയിലുണ്ട്. ജലയാനങ്ങളെ കൂടാതെ കടലുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. മീൻപിടുത്ത ബോട്ടുകൾ, ഉല്ലാസ നൗകകൾ, രക്ഷാബോട്ടുകൾ, സാഹസിക പ്രകടനങ്ങൾക്കും ജലകായിക മത്സരങ്ങൾക്കുമുള്ള വിവിധതരം ബോട്ടുകളും ഇവിടെയുണ്ട്. ബോട്ട് ഷോ കാണാനെത്തുന്നവരെ സന്തോഷിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളും സംഘാടകർ ഒരുക്കി വെച്ചിരിക്കുന്നു. വാട്ടർ സ്പോർട്സ് സ്റ്റണ്ടുകൾ, ബോട്ടിൽ കയറി കടലിൽ കറങ്ങാനുള്ള സൗകര്യം, ബോട്ടിലെ ഭക്ഷണം, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം മറൈൻ ക്ലബിലെ ദുബായ് ബോട്ട് ഷോയിൽ ചെന്നാൽ ആസ്വദിക്കാം. ടിക്കറ്റ് എടുത്ത് കാഴ്ചകൾ കാണാനെത്തുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒട്ടേറെ സമ്മാനങ്ങളും സംഘാടകർ നൽകുന്നുണ്ട്. സംഗീത ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ എ റഹ്മാന്റെ അവിസ്മരണീയമായ ഒരു സംഗീത പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് മാതൃഭൂമി. ഈ വരുന്ന 17-ാം തീയതി ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് എ റഹ്മാന്റെ സംഗീത വിരുന്ന് അരങ്ങേറുക. അതുകൊണ്ട് തന്നെ അറേബ്യൻ സ്റ്റോറീസിലും എ റഹ്മാന്റെ പുതിയ കാഴ്ചകൾ കാണാനുള്ള സൗകര്യം പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.മാതൃഭൂമി.com സന്ദർശിക്കുക. യൂട്യൂബിലും ഞങ്ങളുടെ പഴയ എപ്പിസോഡുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അയക്കേണ്ട കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒപ്പം മാതൃഭൂമി ഗൾഫ് വാർത്തകൾക്ക് വേണ്ടി വലിയൊരു വാർത്താ ശേഖരം തന്നെ ഒരുക്കുകയാണ്. ഗൾഫിലെമ്പാടും ഞങ്ങളുടെ പ്രതിനിധികളെ നിയമിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം.
നന്ദി, നമസ്കാരം.